എല്ലാ അപ്ഡേഷനും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എനിക്ക് രണ്ടാമത്തെ അഡ്മിറ്റാകാൻ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി കൂടി ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇന്നും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ സമയം നോക്കി 7 മണി 7:10 7:30. അപ്പോൾ കണക്ക് വെച്ച് ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ വേഗം വായ ലേബർ റൂമിലേക്ക്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എക്കാനെ കൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇടിപ്പിച്ചത് കേട്ടോ. ഞാനൊക്കെ ഒന്നും കൂടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. ഡ്രസ്സ് മാറിച്ച് വെച്ച് കുളിച്ച് ഒരുങ്ങിയിരിക്കുക. ഓനക്കാണെങ്കിൽ എക്സാം ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി എക്സാം മാറ്റി വെക്കാന്ന് പറഞ്ഞില്ലേ. ചായ ഒക്കെ കുടിച്ച് ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോഴേ പറഞ്ഞു പത്തിരി ചായ നമുക്ക് കഴിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ സുബൈക്ക് ചിക്ക പത്തിരിയും ഒക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ കഴിച്ചിനി ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. ഇപ്പോൾ വേദന ഒന്നുമില്ല, ഇടയ്ക്ക വേദന കൊണ്ട് വരും. അപ്പത്തിനും ഇനി അടുത്ത കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ഇത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. കട്ട് ചെയ്തിട്ടില്ലേ. ഈ സമയത്ത് വെക്കട്ടെ. എന്ത് കുട്ടിയാണ് ഇപ്പൊ വയറൊക്കെ കണ്ടിട്ട് പെൺകുട്ടി പോലെ ഉണ്ട് നമ്മള് വൈറ്റായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ ആൺകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടി ആയിരിക്കും മിക്കവാറും പോലെ ആൺകുട്ടിയുടെ പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാരും പ്രാർത്ഥന എല്ലാരും പറച്ചിലുള്ളത് പെൺകുട്ടിയാക്കാതെ അത് പറഞ്ഞാൽ സാലിഹത്തായ പെൺകുട്ടിയാണ്. പെൺകുട്ടിയാ എല്ലാരും പെൺകുട്ടിയാണെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നമുക്ക് നോക്കി വെക്കാൻ നാളെ ആയിട്ട് അറിയണ്ടാവും. ഇന്ന് നമ്മള് കാണും, അല്ലെങ്കിൽ നാളെ. മുഖം ഇങ്ങനെ ചളിഞ്ഞ് നിക്കട്ടെ. മമ്മനെ അങ്ങനെ കാണലെന്നല്ല, നമ്മള് വീഡിയോയിലുള്ളവരാരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ അമ്മ മുഖം ചിരിപ്പിച്ചു. എത്ര ദിവസത്തെ പോലെ നല്ല കുട്ടികളാ, നല്ല വേദന ഉണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ പോകുമ്പോ പറയാനുള്ള ടെൻഷൻ? മാറ്റി വന്നിട്ടോ. ഞാൻ ഡ്രസ് ഇട്ടിരിക്കണം. അപ്പൊ നമ്മള് ഡ്രസ്സിന്റെ ആളല്ലേ. ഞാൻ ഡ്രസ് ഇട്ടിരിക്കണം, വാച്ചൊക്കെ ഇട്ടിരിക്കണം. ഇന്ന് പോയാല് തിരിച്ച് കുട്ടീനെ കൊണ്ടൊക്കെ അരിഞ്ഞ് വരികയല്ലേ നമ്മള്. ഇനി എന്തായാലും ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. അന്ന് പോയപ്പോ എനിക്ക് അത്ര ഇത് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എന്തായാലും നമ്മൾ പ്രസവിച്ചിട്ട് തന്നെ പോലുള്ളൂ തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രസവിപ്പിക്കൂ. കേട്ടിട്ട് നമുക്ക് ശീലമായി. അങ്ങനെ മമ്മനെ പ്രസവത്തിനോണ്ട് വേണല്ലേ. അതും എന്റെ പെണ്ണുങ്ങളെ പ്രസവത്തിനോടുള്ള സമയമായിരിക്കും. നോക്കുക കുറച്ചോൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുതലൊരു 2000 ആവാം. 2000 രണ്ടാമത്തെ വളർത്തിട്ട് കുട്ടീനെ ഒച്ചൊക്കെ കേൾപ്പിച്ചിട്ട് നേരിട്ടിട്ട് ഒച്ചൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി പോകും. കുറെ കാലം വളക്കെട്ട് പറ്റിച്ചു നേരിട്ടിട്ട് കാണാം. ഞാൻ ഇനി അടുത്തുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വെക്കട്ടോ പോവാണെന്നുള്ളത്. ഞങ്ങൾ പോട്ടെട്ടാ പൂക്കുട്ടാപ്പി. ഈ ബേബിനെ കാണാൻ വരും കേട്ടോ. കേട്ടോ ഓക്കെ. ഷൂറാക്ക് തുറക്കുക ചെക്കപ്പിന് പോവുക, ഷൂറാക്ക് തുറക്കുക ചെക്കപ്പിന് പോവുക. അത് ഇനി ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബേബിനെ കൊണ്ട് കാര്യം വരിക. അങ്ങനെ ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ഇവിടെ നമ്മളെ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഡോക്ടറും വിളിക്കും. മറ്റേ പറഞ്ഞിട്ട് നേരെ ലേബർ റൂമിൽ ചെല്ലാനാ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പോയി നോക്കിട്ടോ. ഇതൊക്കെ ചോദിക്കാൻ പേടിയുണ്ടോ? ഇക്ക അങ്ങനെയാണ്. ഞങ്ങൾക്ക് പേടില്ലാന്ന് ഇക്കാക്ക് പേടിയില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പേടിയൊന്നും ശരിക്കും ഇല്ല കേട്ടോ. മുഖത്തൊരു അങ്കലാപ്പുണ്ട്. അതാ പറഞ്ഞു അമ്മ എന്തായാലും പ്രസവിക്കുന്നു. അതെ, ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ എന്താ അങ്ങനെ ഉള്ളു. പേടിയൊന്നും ഇതിന്റെ സൗണ്ട് നല്ല ഡിസ്റ്റർബ് ഉണ്ടാവും. ചിലപ്പോ മോട്ടർ ഇപ്പൊ ചെറിയ കാക്കായി. മറ്റേ താടിയൊക്കെ വെച്ചിട്ടാണ് വലിയൊരു മനുഷ്യനെ കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് താടിയൊക്കെ വെച്ചതില്ലേ. അപ്പൊ ഓന് വലിയ താടിയൊക്കെ വെച്ചിട്ട് വലിയ കാക്കായിട്ട് കുട്ടീനെ എടുക്കണം കാണാൻ ഇഷ്ടമായി. അല്ല കുട്ടീനെ കാണുമ്പോ ഇപ്പാന്ന് വിളിക്കരുത്, കാക്കയാവണല്ലോ.
ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. ലേബർ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഞാനിവിടെ കാത്തിരിക്കും കേട്ടോ. ചിലപ്പോൾ 1-2 ദിവസം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ മണിക്കൂറുണ്ട്. ഉണ്ടാവുന്നാണ് പറയുന്നത്. ഇതുണ്ടാവോ? ഞാൻ പറഞ്ഞില്ല എന്തുണ്ടാവും. ലക്ഷണം കണ്ടിട്ടുണ്ടാവുന്ന 2 ഓർണമെന്റ്സ് നമ്മളെ കാലമത്ത് മിഞ്ച പോയിട്ടാ. ലേബർ റൂം അവിടെയാണ്. ഇവിടെയാണ് നമ്മൾ കടന്നിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ. എക്സസൈസ് ഒക്കെ ചെയ്യാനല്ലേ ഇപ്പൊ? അതൊക്കെ ഉണ്ടാവും. സ്വപ്നം പോലെ അല്ലേ? കുട്ടീനെ മുറുക്കി പിടിക്കാൻ കേട്ടോ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ. എഞ്ചിന്റെ കറിയുടെ ഞാനല്ലേ കറിയാ. അല്ല നമ്മളെ കുട്ടിനെ സങ്കടം വന്നാൽ സന്തോഷം വന്ന കാര്യം. സങ്കടം വന്നപ്പോഴും കറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചീത്ത അറിയുമ്പോൾ കറിയാറുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ കരിൻ്റെ അലമുറകളായാലും വീട്ടില് അല്ല മിനിച്ചൊക്കെ ഇവിടെ കിടക്കാം. ഞാൻ നിലത്ത് ഞാൻ ഇവിടെ തന്നെ കിടക്കണേ. ആരുണ്ടെങ്കിലും ഞാൻ ഇവിടെ കിടക്കാം. നമ്മളെ പ്രത്യേകിച്ചതൊക്കെയായിരുന്നു പലകമ്പൊക്കെ ഇരുന്നിട്ടും കടന്നിട്ടൊക്കെയായിരുന്നു. കാലത്ത് വരാൻ പോണ ആളുകൾ എ സി റൂമ് അടിപൊളി ബെഡ്. അല്ല എ സി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ തണുപ്പൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. എനിക്കത് ചൂടായിരുന്നു. ഓ പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാ അപ്ഡേഷൻസും കൊടുക്കൊണ്ടിട്ടോ. താത്ത ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ആണെന്നൊക്കെ പറഞ്ഞു. കാലൊക്കെ ബൾബ് പോലെ ബൾബൊക്കെ ഇതാണ് യഥാർത്ഥ ശാസ്ത്രം. സൂചി വെക്കണ പേടി മാറി നന്നായി. അല്ലെങ്കിൽ പ്രസവേദനയൊക്കെ വലിയ കരച്ചിലാക്കാരം. അവിടെ ഷൂട്ട് റൂമിൽ ഞാനൊന്നുമില്ല. അല്ല അപ്പൊ അവിടെ തൽക്കാലം വെറുതെ കുറച്ചു നേരം കുത്തിരിക്കാനാണ്. അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി കിടക്കുകയാണ്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്താ നോർമലാണോ നോക്കാം, നമുക്ക് കുട്ടി ഇറങ്ങി വരാനൊക്കെ ഉണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടി അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ ഏജ് ഇത്ര ആയില്ല, തല ഹെഡ് വരണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കണ്ട, നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്തായാലും എന്തൊക്കെയായാലും എന്താണെങ്കിലും ഇന്ന് ഇൻഷാ അല്ലാ കുഞ്ഞാപ്പി വരുമെന്നാ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വേർക്കുണ്ട് ഒക്കെ നല്ലപോലെ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾക്ക് കുഞ്ഞാപ്പി വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. എന്തെന്നെ കാര്യമാണെന്നുണ്ടെങ്കിലും ഓലെ അറിയിക്കണം കേട്ടോ. ഞാൻ ഏറ്റവും